പ്രകാശം നഷ്ടപ്പെട്ട് അന്ധതയിൽ നിന്ന് അന്ധതയിലേക്ക് വഴുതി വീഴുന്ന അനേകരെ നമ്മുടെ ചുറ്റുപാടുകളിൽ കാണുവാൻ കഴിയുന്നു. കാണേണ്ടുന്ന വിഷയങ്ങൾ കാണേണ്ടും പോലെ കാണുവാൻ കഴിയാതെ, കേൾക്കേണ്ടുന്ന വിഷയങ്ങൾ കേൾക്കേണ്ടും പോലെ കേൾക്കുവാൻ കഴിയാതെ, അറിയേണ്ടുന്ന വിഷയങ്ങൾ അറിയേണ്ടുന്ന പോലെ അറിയുവാനും ഗ്രഹിക്കുവാനും കഴിയാതെ അന്ധതയിൽ നിന്ന് അന്ധതയിലേക്ക് ഓടിപ്പോകുന്ന അനേകം മനുഷ്യർ. എന്താണ് അതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണം? പലപ്പോഴും നാം ചിന്തിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം ശരിക്കും നമുക്ക് കണ്ടെത്തുവാൻ കഴിയാതെ പോകാറുണ്ട്. എന്നാൽ ദൈവവചനം ഇങ്ങനെ പറയുന്നു, 34-ാം സങ്കീർത്തനം അതിൻ്റെ 5-ാം വാക്യം, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. അതെ, പലപ്പോഴും നമ്മുടെ കാഴ്ചപ്പാടിലുണ്ടാകുന്ന പരിമിതി അല്ലെങ്കിൽ മങ്ങൽ നമ്മളെ ദൈവത്തിങ്കൽ നിന്ന് അകറ്റിക്കളയുന്നു. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചില്ല. അതെ, നമ്മളുടെ കണ്ണിന് കാഴ്ച കുറയുന്നുവെങ്കിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ നടക്കുന്ന പ്രശ്നങ്ങളെ ഗ്രഹിക്കേണ്ടുവണ്ണം ഗ്രഹിക്കുവാൻ കഴിയാത്തവരായി നാം തീരുന്നുവെങ്കിൽ, തീർച്ചയായും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളിലും ദൈവമുഖം അന്വേഷിക്കുവാൻ, ദൈവാലോചനയ്ക്കായി കാത്തിരിക്കുവാൻ നമ്മൾ തയ്യാറാകേണ്ടിയിരിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 12-ാം വാക്യം പഠിക്കുമ്പോൾ, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചത്തിൽ നടക്കും. അതെ, ലോകം അന്ധതമസ്സിലേക്കും കൂരിരുട്ടിലേക്കും വളരെ തകർച്ചയിലേക്കും വഴുതി വീണുകൊണ്ടിരിക്കുന്നു. മനുഷ്യർ സ്നേഹം നഷ്ടപ്പെട്ടവരായി പരസ്പരം കൊല്ലുന്നു. എന്നാൽ ദൈവവചനം പറയുകയാണ്, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നവൻ ഇരുളിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചത്തിൽ നടക്കും. കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുന്നതിന് ഉദ്ദേശമുണ്ട്. ജീവൻ്റെ വെളിച്ചത്തിൽ നടക്കുക, അനേകം വ്യക്തികൾക്ക് മാർഗനിർദ്ദേശമാകുക, ദൈവിക വെളിപ്പാടിനെ കാണേണ്ടും വണ്ണം മറ്റുള്ളവരെ കാണിക്കുവാൻ തക്കവണ്ണം നാം ക്രിസ്തുവിൻ്റെ പത്രങ്ങളായി മാറുക. അതെ, ജീവൻ്റെ വെളിച്ചത്തിൽ നടക്കുവാൻ തക്കവണ്ണം നാം നമ്മെ തന്നെ ഒരുക്കുക എന്നത് വലിയ പ്രാധാന്യമുള്ള വിഷയമാണ്. അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി എന്ന് നാം പഠിക്കുമ്പോൾ ദൈവിക ശോഭ പ്രാപിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതെ, നാം പ്രകാശിതരാകുക എന്ന് പറയുമ്പോൾ നമുക്ക് സ്വന്തമായി ശോഭിക്കുവാൻ കഴിവില്ലാത്തവരായി, നാം ശോഭ നഷ്ടപ്പെട്ടവരായി തീർന്നു പോകുന്ന ജീവിത സാഹചര്യങ്ങളുണ്ട്. എന്നാൽ ദൈവവചനം പറയുന്നു, അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചില്ല. അതെ, ശോഭ നഷ്ടപ്പെട്ട അനേകരുടെ നടുവിൽ ദൈവിക ശോഭയെ നിലനിർത്തുവാൻ തക്കവണ്ണം വെളിച്ചത്തിൻ്റെ തീജ്വാലകളായി തീരുവാൻ, തീനാളങ്ങളായി തീരുവാൻ ദൈവത്താൽ നാം അനുഗ്രഹിക്കപ്പെടേണ്ടിയിരിക്കുന്നു. അതിനു